بسم الله الرحمن الرحيم الله نحمده دوما ونشكره على هدايته للدين إيانا وللتفقه فيه بأنه نرجو به السلامة في دنيا وأخرانا يا ربي صل على خير الورى وعلى جميع تبعه دينا وإحسانا إلهنا إننا عبادك الفقراء طلاب علم لنا لا بد أن كان وارزق بجودك يا رحمننا حكما بها نفوز ونعطى ومنك غفران والصبر والحرص في تعلم وذكاء وبلعة وهدى مولى ورحمانا واغفر لنا سيما للوالدين وما كانوا لنا وليها للدرس عوانا واجزل أساتذتنا خير ما يجزى واجزل لهم منك غفرانا ورضوانا حسن هوائجنا وامنع عوائقنا من درسنا وقنا كسلا وخذلانا سهل لنا سبل الجنة وارزقنا جوار سيدنا روحا وريحانا بمهد فضلك يا ذا الجود والكرم اسمع بجاه شفيع الخلق دوانا لا تجعل الدرس يا قيوم مندرسا بل قائما بهما كأنت ملجانا واجعل مدرسها للدرس من علماء واغفر لنا ولهم يا أرحم الرحماء وانصر معلمنا وارحم مصنفنا ووالدينا لنا رب البريات وصلي ثم سلما على الشفيع بلا والآل والحمد للرحمن مولانا ربي يسر ولا تعسر أموري ربي زدنا علما وحلما يا باري هم الله هذا الدرس في كل ساعة بجاه رسول الله حتى القيامة يا معشر الهراء
مجلس درسنا وصلوا على هذا النبي وسلموا. السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മുത്തഅല്ലിമീങ്ങളെ, നാം അത്ഫിൻ്റെ അക്ഷരങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. 10 അക്ഷരങ്ങൾ പഠിച്ചു. പിന്നീട് അടുത്ത അധ്യായത്തിലായി മൻസൂബായ ലമീറിൻ്റെ മേൽ ലാഹിറ ഇസ്മിനെ അത്ഫ് ചെയ്യാൻ പറ്റുമെന്നും നാം പഠിച്ചു. എന്നാൽ മുത്തസിലായ മർഫുഅ ലമീറിൻ്റെ മേൽ ലാഹിറ ഇസ്മിനെ അത്ഫ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പറ്റണമെങ്കിൽ മുൻഫസിലായ മർഫുഅ ലമീറിനെ കൊണ്ട് തൗക്കീദ് ചെയ്യണം, മുത്തസിലായ മർഫുഅ ലമീറിനെ. പിന്നീട് നാം മജ്റൂറായ ലമീറിൻ്റെ മേൽ ലാഹിറ ഇസ്മിനെ അത്ഫ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത്ഫ് ചെയ്യണമെങ്കിൽ ജറിൻ്റെ അർഫിനെ മടക്കി കൊണ്ടുവരണം എന്നും പറഞ്ഞു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അത്ഫിൻ്റെ അക്ഷരങ്ങൾപ്പെട്ട വാവ്, ഫാ, സുമ്മ. ഓരോന്ന് കൊണ്ടുവരുമ്പോൾ അതിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. വാവ് കൊണ്ടുവന്നാലുള്ള ഗുണം ഇസ്റാക്കാൻ, ചെയ്തതിൽ മറ്റൊരാളും പങ്കുണ്ട് എന്നേ വാവ് കൊണ്ടത് പോയതാലേ കിട്ടുള്ളൂ. ഉദാഹരണം, ജാനി സെയ്ദുൻ വ അംർ. സെയ്ദ് വന്നു, അംറും വന്നു. വന്നതിൽ രണ്ടാളും കൂറായിട്ടുണ്ട്. ആരാദ്യം വന്നതെന്നോ ഒപ്പായിട്ടാണ് വന്നതെന്നോ താമസത്തോടു കൂടിയാണ് വന്നതെന്നോ താമസമില്ലാതെ വന്നതെന്നോ അതിൽ നിന്ന് കിട്ടുന്നില്ല ഫാ കൊണ്ട് എത്ത് പെയ്താൽ. എന്നാൽ ഫാ കൊണ്ട് വന്ന എത്ത് പെയ്താൽ തർത്തീബുണ്ട്. അഥവാ സെയ്ദ് വന്നു പിന്നീടാണ് അംർ വന്നത് എന്ന തർത്തീബ് ഉണ്ട്. അതേപോലെ പെട്ടെന്ന് വന്നിട്ടുണ്ട്, താമസമില്ലാതെ വന്നിട്ടുണ്ട് എന്നും ഫാ കൊണ്ട് എത്ത് പെയ്താൽ മനസ്സിലാവും. എന്നാൽ സുമ്മ കൊണ്ട് അത് പെയ്താൽ തർത്തീബുണ്ട്. ആദ്യം ആര് വന്നു, പിന്നീട് ആര് വന്നു, അങ്ങനെ തർത്തീബുണ്ട്, താമസമുണ്ട്. സുമ്മ കൊണ്ട് അത് പെയ്താൽ മനസ്സിലാവും. അതാണെന്ന് ഈ അദ്ദേഹത്തോട് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഫസ്ലിന് ഇതൊരു അധ്യായമാണ്. വൽ വാവ്, വാവാകുന്നത് തക്തദീ, അത് തേടുന്നു, അൽ ഇസ്റാക, കൂറാവലിനെ, പങ്കുചേരലിനെ അത് തേടുന്നു. ദൂന തർത്തീബി, തർത്തീബില്ലാതെ. ആദ്യം ആര് വന്നു പിന്നീട് ആര് വന്നു ഒന്നും കിട്ടുന്നില്ല. തർത്തീബില്ലാതെ ഇസ്റാഖിനെ തേടുന്നു. തർത്തീബുണ്ടാവില്ല. ആദ്യം ആര് വന്നു പിന്നീട് ആര് വന്നില്ല, അത് ആരും ഭാവണ്ടത്ത് ചെയ്താൽ. എന്നാൽ തേടുന്നു തർത്തീബിനെ തേടുന്നു. ആദ്യം ആര് വന്നു പിന്നീട് ആര് വന്നു എന്ന് തേടുന്നുണ്ട്. ബി ഓയിരി മുഹുലത്തിൻ, താമസമില്ലാതെ തർത്തീബിനെ തേടുന്നു. അഥവാ സെയ്ദ് വന്നു ഉടനെ ആര് വന്നു, അംർ വന്നു എന്നർത്ഥം കിട്ടുന്നു. തർത്തീബുണ്ട്. സെയ്ദ് വന്നിട്ട് പിന്നീടാണ് അംർ വന്നത് കിട്ടുന്നുണ്ട്. ദുമ്മയാകുന്ന തക്തദിയെ തേടുന്ന തർത്തീബിനെ ബി മഅൽ മുഹ്ല, താമസത്തോടു കൂടി. ഉമ്മകളത്ത് പെയ്താൽ ജാനി സെയ്ദും സുമ്മ അംറു എന്ന് പറഞ്ഞാൽ സെയ്ദ് വന്നു പിന്നീട് അംർ വന്നു എന്ന് കിട്ടും. അത് മാത്രമല്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അംർ വന്നത് എന്ന് മനസ്സിലാവും. ഇതുപോലെ അങ്ങനെ ആയാലും സുമ്മ കൊണ്ട് തഫയ്യ. തഖൂലനി പറഞ്ഞു, ജാനി സെയ്ദുൻ വ അംറുൻ, എൻ്റെ അടുത്ത് സെയ്ദ് വന്നു, വ അംറുൻ, അംറും വന്നു. അപ്പം ആദ്യം ആരാവാം, അംറും ആവാം, ആദ്യം സെയ്ദും ആവാം, ഒപ്പാവാം. എങ്ങനെ ആയാലും വാവ് കൊണ്ട് എത്ത് പെയ്താൽ എങ്ങനെ ആയാലും അർത്ഥം ആവാം. വന്നതിൽ രണ്ടാളും തുല്യരാണ്.
എന്നർത്ഥമുണ്ട്. വയജൂസ് അനുവദനീയമാണ് യകൂന മജിഉ അംരിൻ അംറിന്റെ വരവാവൽ ഖബല മജിഇ സൈദിൻ സൈദിന്റെ വരവിന് മുമ്പാവൽ പറ്റുന്നതാണ്, അനുവദനീയമാവുന്നതാണ്. പാവണ്ടത്ത് പെയ്താലേ ആദ്യം സൈദിന് ആവണമെന്നില്ല. സൈദിന്റെ വരവിന് മുമ്പ് അംറിന്റെ വരവാവലും പറ്റും, തിരിച്ചും പറ്റും, ഒപ്പാവാനും പറ്റും, എങ്ങനെയും പറ്റും പാവണ്ടത്ത് പെയ്താൽ. വയജൂസ് അനുവദനീയമാണ് അയ്യക്കൂന മജിഉ അംരിൻ അംറിന്റെ വരവ് ആവൽ ഖബല മജിഇ സൈദിൻ ജയ്ദിന്റെ വരവിന്റെ മുമ്പ് അവൽ ജായിസാണ്. മജീ എന്ന ജാന്റെ മസ്തറാണ്, പിന്നെ അല്ലാഹു തആല പറഞ്ഞു, അതിന് ഖുർആൻ തെളിവ് പറയണേ, വസ്ജുദീ വർകഈ മാറാകിഈൻ, നീ സുജൂദ് ചെയ്യുക, റുകൂഉം ചെയ്യുക, റുകൂ ചെയ്യുന്നവരുടെ കൂടെ റുകൂഉം ചെയ്യുക, സുജൂദ് ചെയ്യുക. ഇവിടെ ആദ്യം സുജൂദാ പറഞ്ഞത്. നമസ്കാരത്തിൽ ആദ്യം സുജൂദാണോ? റുകൂ കഴിഞ്ഞിട്ടല്ലേ സുജൂദ്. വാവ് കൊണ്ട് എത്തിപ്പോയിത്താൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവാം. റുകൂ കഴിഞ്ഞിട്ടാ സുജൂദ്. പക്ഷെ അള്ളാഹ് പറഞ്ഞ എങ്ങനെയാ? വസ്ജുദീ വർകഈ മാറാകിഈൻ, നീ സുജൂദ് ചെയ്യുക, റുകൂഉം ചെയ്യുക, റുകൂ ചെയ്യുന്നവരുടെ കൂടെ. അപ്പൊ റുകൂ കഴിഞ്ഞിട്ടാണ് സുജൂദ്. പക്ഷെ വാവ് കൊണ്ട് എത്തിപ്പോയിത്താൽ കുഴപ്പമില്ല, കാരണം തർത്തീബില്ല. ആദ്യം സുജൂദാവാം, പിന്നെ റുകൂ ആവാം. ഉദ്ദേശത്തിലാണ് അങ്ങനെ അള്ളാഹു പറഞ്ഞത്. അപ്പോൾ വാവ് കൊണ്ട് എത്തിപ്പോയിത്താൽ ആദ്യം സുജൂദാവൽ, പിന്നെ റുകൂ ആണ്, അങ്ങനെ അർത്ഥമില്ല. എങ്ങനെയുള്ളത്? റുകൂ കഴിഞ്ഞിട്ടാണ് സുജൂദ്. അപ്പോൾ അതിന് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. വാവ് കൊണ്ട് എത്തിപ്പോയിത്താൽ ഇസ്രാക്ക്, രണ്ടും പങ്കു ചേരുന്നു, തർത്തീബില്ലാതെ എന്ന ഇത് കിട്ടുന്നുണ്ട്. സുജൂദാവുന്ന ബാധ റുക്കു ശേഷമാണല്ലോ. അപ്പോൾ ആ വാവ് കൊണ്ട് എത്തിപ്പോയിത്താൽ കുഴപ്പമില്ല, തർത്തീബില്ലാത്തത് കൊണ്ട്. അത്തക്കൂനി പറഞ്ഞു, ജാനി സെയ്ദുൻ ഫഅംറുൻ, എൻ്റെ അടുത്ത് സെയ്ദ് വന്നു, ഫഅംറുൻ ഉടനെ അമ്രും വന്നു. അത് തർത്തീബുണ്ട്. സെയ്ദ് വന്നിട്ടേ അമ്ർ വരാൻ പറ്റുള്ളൂ. നേരത്തെ സുജൂദ് കഴിഞ്ഞിട്ടേ റുക്കു ചെയ്യാൻ പറ്റുന്ന ആളില്ല. റുക്കു കഴിഞ്ഞിട്ടാണ് സുജൂദുള്ളത്. അതുകൊണ്ടാണ് വാവ് കൊണ്ട് എത്തിപ്പോയത്. ഇവിടെ ഫാ കൊണ്ട് എത്തിപ്പോയതാൽ തർത്തീബ് നിർബന്ധമാണ്. അപ്പോൾ സെയ്ദ് വന്നിട്ടേ അമ്ർ വരാൻ പറ്റുള്ളൂ. മാത്രമല്ല ഉടനെ വരും വേണം. ബി ഓയിരി മുഹ്ലത്തി, താമസമല്ലാതെ. വലായജൂസു പറ്റുകയില്ല അയ്യക്കൂന മജിഉ അംറിൻ അമ്റിന്റെ വരവാവല് ഇല്ലാ ബഅദ മജിഇ സൈദിൻ, സൈദിന്റെ ശേഷം വരവിന്റെ ശേഷം അല്ലാതെ അമ്റിന്റെ വരവാവൽ ജായിസല്ല. അപ്പോൾ സെയ്ദ് വന്നിട്ടേ അമ്ർ വരാൻ പറ്റുള്ളൂ. ഫാവണ്ടത്ത് പോയതാണ്. മാ മുഹ്ലത്തിൻ, താമസത്തോടു കൂടെ അല്ല, ബി ഓയിരി മൂലത്തി, താമസമില്ലാതെ എന്നാണ് അർത്ഥം. ഫാ കൊണ്ടല്ല അത്തുഫ്. ഫാ കൊണ്ട് അത്തുഫ് ചെയ്യുമ്പോൾ സെയ്ദിന്റെ വരവിന് ശേഷമേ അമർ വരാൻ പറ്റുള്ളൂ. ബി ഓയിരി മൂല, താമസമില്ലാതെ എന്നർത്ഥം വരുന്നുണ്ട്. ഫാ കൊണ്ട് അത്തുഫ് ചെയ്താൽ. തുമ്മ കൊണ്ട് അത്തുഫ് ചെയ്താലോ തർത്തീബ് നിർബന്ധമാണ്. സെയ്ദ് വന്നിട്ടേ അമർ വരാൻ പറ്റുള്ളൂ. മാ മൂല, താമസത്തോടെ വരാൻ പറ്റുള്ളൂ. താമസം വരാൻ പറ്റൂല, പെട്ടെന്ന് വരാൻ പറ്റൂല. ഫാന് പെട്ടെന്ന് വരാൻ നിർബന്ധമാണ്. എന്നാൽ അമറില്ല വാവ് കൊണ്ടത്തെ പെയ്യുമ്പോഴോ ആ ഒരു കുഴപ്പമില്ല, തർത്തീപ്പില്ല, ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ കുഴപ്പമില്ല. ഉടനെ ആയാലും എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഓരോന്നിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് കുറച്ച് തർക്കീബ് കൂടി നോക്കിയിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്ലിൻ്റെ തർക്കീബ് എല്ലാവർക്കും അറിയാം, ഞാൻ വെക്കുന്നില്ല. ഫസ്ലിൻ്റെ തർക്കീബ് പിന്നെ ബാക്കിയാണ് നോക്കിയതാരും. വൽ വാവു വാവാകുന്നത്. വാവ് എന്നുള്ള മൂത്തയാണ്. മർഫൂൻ ബിൽ ദമ്മത്തിൽ നാഹിറ, ആ ദമ്മത്തിന് റഫ് ചെയ്യപ്പെട്ടതാണ്. വാവ് ഇസ്തിനാഫിയാണ്, ഇസ്തിനാഫാണ്. പത്തതിന് നബീൻ തക്കത്തീ എന്നുള്ള നമുക്കറിയാലോ. യക്കുത്തീന് മുലാരിയ ഫീലാണ്. അത് ഫീല് മുലാരിയ ഫീലാണ്. ഇറാബ് എങ്ങനെയാണ്? അവിടെയാണ് വിഷയമുള്ളത്. ആഖിർ മുത്തല്ലായ ഫീലാണ് അല്ലേ?
അപ്പോൾ മുഖദ്ദറത്തിലുണ്ടാല് അവസാനം യാ ആകുമ്പോൾ മുഖദ്ദറത്തിൽ മർഫൂം ബി ലമ്മത്തിൻ മുഖദ്ദറത്തിനൽ യാഇനമൽ മുഖദ്ദറത്തായ ലമ്മത്തുൻ റഫു റഫീദാമിൽ ഖുലബു നാസിബി വ ജാസിമി ഫായിലാരാ വൽ വാവ് വാബ തഖ്തദിയ വാവ് തോടും ആ വാവ് തോടുന്നല്ലേ. അപ്പം മുസ്തത്തിറായ ലമീർ ഉണ്ടാണ് ഹിയ എന്നുള്ള ലമീർ. വൽ ലമീറുൽ മുസ്തത്തിറു മുസ്തത്തിറായ ലമീർ ഫായിലുഹു തഖ്തദിന്റെ ഫായിലാണ്. ഫീൽ വന്ന ഫായിൽ നിർബന്ധമാണ്. ഇവിടെ ഫായിലാരാണ്? മുസ്തത്തിറ ലമീറാണ്. ഇറാബ് എങ്ങനെയാ? ഫി മഹല്ലി റഫി. ഫായിൽ ഇറാബ് റഫ് അല്ലേ? ഇവിടെ റഫ് മഹല്ലി റഫാണ്. റഫ്ഇദാമിലെ തഖ്തദി എന്ന ഫീലാണ്. വാബം എന്താണ്? മുത്ത വെച്ചില്ല ഖബർ വേണ്ടേ? ഖബർ എങ്ങനെയാണ്? വൽ ജുംലത്തു. ഇവിടെ ഫീലും ഫായിലും കൂടി ജുംല ഉണ്ട്. ആ ജുംല ഫി മഹല്ലി റഫിന്റെ മാലിലാണ്. അല്ല അന്നു ഖബറുൽ മുത്തദൈ മുത്താന്റെ വാബെന്ന് മുത്തല്ലേ, അതിന്റെ ഖബറാണെന്ന നിലക്ക് മഹല്ലി റഫീദാമിലെ വാബു എന്ന മുത്തദ. പിന്നെ അപ്പോൾ ഫീല് വന്നു, ഫായില് വന്നു. ഈ അടുത്ത് എന്താ വേണ്ടത്? മഫ്ഊലാണ്. എന്താ മഫ്ഊല്? അൽ ഇസ്റാഖ. എന്തിനെ തേടുന്നു? ഇസ്റാഖിനെ തേടുന്നു, പങ്കുചേരലിനെ തേടുന്നു. ഇസ്റാഖ എന്നുള്ളത് മഫ്ഊല് തഖ്തദി. തഖ്തദി എന്ന ഫീലിന്റെ മഫ്ഊലാണ്. ഇറാബ് മൻസൂബും ബി ഫത്ഹത്തിൻ ളാഹിറത്തിൻ ദാറ ഫത്ഹത്തുൻ നസ്ബ് നസ്ബിദാമിലെ തഖ്തദി എന്ന ഫീല്. ദൂന തർത്തീബി, തർത്തീബിനെ കൂടാത്തതായ സ്ഥിതിയിൽ. തർക്കീബ് ദൂന എന്നുള്ളത് മൻസൂബും ബി ഫത്ഹത്തിൻ ളാഹിറത്തിൻ ദർഫിയ. ദർഫാണെന്നതിൻ്റെ മേല് ആറബത്തുൻ നസ്ബ് ഹാലു മിനൽ ലമീർ മുസ്തതിരി ഫി തഖ്തദി. തഖ്തദി എന്ന ഫീൽ ലമീർ ഉണ്ട്. ലമീർ ആ വായ്പ് ഫായിലല്ലേ, ആ മുസ്തതിറ ലമീർ എന്നാണ് ഹാല്. ആ വാബ് തന്നെ ദൂന തർത്തീബ്, തർത്തീബിനെ കൂടാതെ സ്ഥിതിയിൽ. അപ്പം നസ്ബ് എങ്ങനെയാ? പിന്നെ ആ സാഹിബ് ഹാൽ എന്നാണ് ഹാൽ നസ്ബ്. ഹാല് നിലക്കുന്ന ലഫാണ് നിൽക്കുന്ന നസ്ബാണ്. നസ്ബൈദാമിന് തഖ്തദി എന്ന ഫായില് സ്വായിബ് ഹാല്. ആ തർത്തീബി എന്നത് മുലാഫിന് ഇലൈഹി മജ്റൂറുൻ ബി കസ്റത്തിൻ ളാഹിറ ദാറ കസ്റത്തുൻ ജറൈദാമിലെ ദൂന എന്ന മുലാഫ്. ഫൽ ഫാഉ ഫആകുന്നത് അങ്ങ് കിട്ടുന്നതാണ്. ആബുസ്തീനാബാത്തിൻ്റെ അബിനി അൽഫാ എന്നുള്ളത് മുത്താദാറ മർഫൂഅ നാറ നമ്പത്തുൻ റഫ് റഫീദാമിൽ ഇബ്തിദാഅ മനവിയ അമിൽ തഖ്തദിയായിട്ട് വച്ചുള്ള അതേപോലെ തന്നെ മാറ്റല്ല. ഫീൽ മുദാരി അഹ്റമത്തല്ലാബിലാബിൽ യാന മുഖദ്ദറത്ത നമ്പത്തുൻ റഫ് റഫീദാമിൽ വൈബുന അസ്മി ജാസിമി എൻ്റെ ഗൈബ് ഫായിൽ മഹല്ലി റഫ് റഫീദാമിൽ തഖ്തദി എന്ന ഫീലും ഫായിലും കൂടി ജുംല. അൽഫാ എന്ന മുത്താന ഖബറി മഹല്ലി റഫ് റഫീദാമിൽ അൽഫാ എന്ന മുത്ത. പിന്നെ തർത്തീബ എന്നുള്ള ഏറ്റവും ഇസ്റാഖിൻ്റെ വെച്ചുപോലെ തന്നെ തഖ്തദിൻ്റെ മഫ്ഊല് നാറ ഫത്ഹത്തു നസ്ബ് നസ്ബൈദാമി തഖ്തദ എന്ന ഫീൽ. ബിഗൈരി മൂലത്തിൻ താമസമില്ലാതെ. ബാർ ഫജാറ കസൻ അബിനി ഗൈരി മജ്റൂർ നാറ കസറത്തോട് ജറൈദാമിൻ ബി എന്ന ജറിൻ ഹർഫ് മുതഅല്ലിഖ് തഖ്തദി. മുഹല്ലത്ത് എന്നുള്ളത് മുനാഫിലെ നാറ കസറത്തോട് ജറൈദാമിലെ ഗൈരി എന്ന മുനാഫ്. ദമ്മയാകുന്നത് ഫാ വെച്ചോ തന്നെ. അങ്ങനെ ഓരോന്ന് വെച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടുക. കിട്ടാത്ത തന്നെ ചോദിക്കണം. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.